ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളിൽ ഒരാളും ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ട് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. റെഡ് ബോൾ ക്രിക്കറ്റ് മതിയാക്കാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം BCCI അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് വീണ്ടും ആലോചിക്കണമെന്നാണ് കോഹ്ലിയോട് BCCI അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നിലവിലെ ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കാൻ ആലോചിക്കുന്നത്. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം അടുത്ത മാസം 20-ന് ആരംഭിക്കാനിരിക്കെയാണ് അദ്ദേഹം ടെസ്റ്റിനോട് ഗുഡ് ബൈ പറയാൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ ടെസ്റ്റിൽ നിന്ന് കോഹ്ലി ഇപ്പോൾ വിരമിക്കുന്നത് തന്നെയാണ് ശരിയായ തീരുമാനമെന്ന് പറയേണ്ടി വരും. ഇതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ വളരെ മോശം ഫോമിലൂടെയാണ് വിരാട് കോഹ്ലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ കുറച്ച് പരമ്പരകളിലെ പ്രകടനവും ഇത് തന്നെയാണ് ശരിവെക്കുന്നത്. കരിയറിലെ സുവർണകാലത്ത് നിരവധി അവിസ്മരണീയ പ്രകടനങ്ങളിലൂടെ ആരാധകരെ ആവേശം കൊള്ളിച്ച താരമാണ് കോഹ്ലി. പക്ഷേ ഇപ്പോൾ ഇതേ ആരാധകരെ അദ്ദേഹം വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റെഡ് ബോൾ ക്രിക്കറ്റിൽ നേരത്തെ സെഞ്ചുറികൾ നേടുന്നത് ഹോബിയാക്കി മാറ്റിയിരുന്ന ബാറ്ററാണ് കോഹ്ലി. പക്ഷെ പ്രായം 36-ലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ബാറ്റിംഗിലെ ഈ മാജിക്കൽ ടച്ച് നഷ്ടമായിരിക്കുകയാണ്. 2020 മുതലാണ് ടെസ്റ്റിൽ കോഹ്ലിയുടെ കരിയർ ഗ്രാഫ് താഴേക്ക് പോകാൻ തുടങ്ങിയത്. അവസാനമായി കളിച്ച 39 ടെസ്റ്റുകൾ എടുത്താൽ വെറും 3 സെഞ്ചുറികൾ മാത്രമേ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളൂ. അതുമാത്രമല്ല, അവസാനത്തെ 10 ടെസ്റ്റുകളിലെ പ്രകടനം നോക്കിയാൽ കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരി 22.47 മാത്രമാണ്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നിവരുമായി നാട്ടിലും പുറത്തും കളിച്ച അവസാനത്തെ 2 പരമ്പരകളിലും ചെറിയ സ്കോറുകൾക്ക് അദ്ദേഹം തുടരെ പുറത്തായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 2020 മുതൽ 2024 വരെ എടുത്താൽ 5 സീസണിടെ കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരി 30-ന് മുകളിൽ പോയത് ഒരിക്കൽ മാത്രമാണ്. റെഡ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞെന്ന് തന്നെയാണ് ഇതെല്ലാം ശരിവെക്കുന്നത്. കഴിഞ്ഞ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താനാവാതെ ഇന്ത്യ പുറത്തായിരുന്നു. അതിനു മുൻപുള്ള 2 എഡിഷനുകളിലും റണ്ണറപ്പായിട്ടുള്ള ടീം കൂടിയാണ് ഇന്ത്യ. ഇംഗ്ലണ്ടുമായിട്ടുള്ള അടുത്ത ടെസ്റ്റ് പരമ്പരയോടെ 2025-27 അടുത്ത WTC സൈക്കിളിന് തുടക്കമാവുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ WTC സൈക്കിളിനായി ടീമിനെ ഉടച്ചു വാർക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ഇതുതന്നെ. രോഹിത് ശർമ്മ ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെയാണ് വഴിമാറിക്കൊടുത്തിരിക്കുന്നത്. ഇനി കോഹ്ലിയുടെ ഊഴമാണ്. പുതിയ ലുക്കിലുള്ള അടുത്ത ടെസ്റ്റ് ടീമിനെ വാർത്തെടുക്കുന്നതിനായി അദ്ദേഹവും ഒഴിഞ്ഞുകൊടുത്തേ തീരൂ. വിരാട് കോഹ്ലിയുടെ സമീപകാലത്തെ ടെസ്റ്റിലെ പുറത്താവലുകൾ എടുത്താൽ എല്ലാത്തിലും ഏറെക്കുറെ ഒരേ രീതിയിലാണ് അദ്ദേഹം ഔട്ടായിട്ടുള്ളതെന്ന് കാണാം. കരിയറിൽ നേരത്തെ ചില വീക്ക്നെസ്സുകൾ വേട്ടയാടിയപ്പോൾ അവയെ അതിജീവിച്ച് മികച്ച തിരിച്ചുവരവുകൾ കോഹ്ലി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികകാലം ഒരു വീക്ക്നെസ്സും അദ്ദേഹത്തിന് പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വീക്ക്നെസ്സിനെ എത്ര ശ്രമിച്ചിട്ടും കോഹ്ലിക്ക് മറികടക്കാൻ സാധിക്കുന്നില്ലെന്ന് കാണാം. ഓഫ് സ്റ്റംപിന് ഏറെ പുറത്തുകൂടി പോകുന്ന ബോളുകളിൽ എഡ്ജായി വിക്കറ്റ് സമ്മാനിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു ഹോബിയായി മാറ്റിയിരിക്കുകയാണ്. ഈ ബോളുകളിൽ ഷോട്ട് കളിക്കാതെ വെറുതെ വിട്ടാൽ തീരുന്നതാണ് പ്രശ്നം. പക്ഷേ കോഹ്ലിക്ക് ഇത് സാധിക്കുന്നില്ല. ഓസ്ട്രേലിയയുമായുള്ള കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ 9 ഇന്നിംഗ്സുകളിലും 8-ലും ഒരേ രീതിയിലാണ് അദ്ദേഹം പുറത്തായത്. ഇംഗ്ലണ്ടുമായി വരാനിരിക്കുന്ന പരമ്പരയിൽ കളിച്ചാലും ഇതേ കെണിയൊരുക്കി കോഹ്ലിയെ പൂട്ടുമെന്നുറപ്പാണ്. ഫോമില്ലായ്മയും പ്രായവും ഈ വീക്ക്നെസ്സുമെല്ലാം പരിഗണിക്കുമ്പോൾ വിരമിക്കൽ തന്നെയാവും കോഹ്ലിക്ക് ഏറ്റവും ബെസ്റ്റ്. Subscribe to One India and never miss an update.